ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. നമ്മുടെ മൈക്രോബയോളജിസ്റ്റിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ്. കുറച്ച് പേർക്കെങ്കിലും ഒരു വിഷമമുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചു അല്ലേ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയതുകൊണ്ട് മാത്രം ലിസ്റ്റിൽ നിന്ന് പോയ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ലിസ്റ്റിൽ താഴെയായിപ്പോയി അല്ലെങ്കിൽ സപ്ലിമെൻ്ററിയിലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് എടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ലിസ്റ്റിലെങ്കിലും വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലും ഇല്ലാതെ എത്രയോ പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ഏബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ലിസ്റ്റിൽ വന്നത്. ടോപ്പിലെത്താൻ പറ്റിയില്ല എന്നാലും അല്ലേ, നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ സപ്ലിയിലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ചിലപ്പോൾ ഒരു വിഷമമായിരിക്കും. ഈ വിഷമം വരുമ്പോഴത്തേക്കും ചില സ്റ്റുഡൻസ് എന്താ ചെയ്യണമെന്ന് അറിയാമോ? എന്നാൽ ഇനി ഇതൊക്കെ വിടാം, ഇനി വല്ല ജനറൽ PSC നോക്കാം അല്ലേ, അങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് മൈക്രോബയോളജി പഠിച്ച ആൾക്കാരെ സംബന്ധിച്ച് അല്ലേ, പേടിക്കണ്ട. ഇനിയും 2 ചാൻസും കൂടെ ഉണ്ട്. MSc മൈക്രോബയോളജി ആണെങ്കിൽ, BScക്കാർക്ക് ഇല്ല. MSc മൈക്രോബയോളജി ആണെങ്കിൽ നമുക്ക് JSO വരുന്നുണ്ട്. JSO ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ, മിക്കവാറും നവംബറിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു 5 മാസം കൊണ്ട് പഠിച്ചു തീർക്കാം. കുറേ ഉണ്ട്. നമ്മൾ മൈക്രോബയോളജിസ്റ്റിന് പഠിക്കുന്ന കൂട്ടല്ല, നമുക്ക് മൈക്രോബയോളജി പഠിക്കാനുണ്ട്, MLT പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ബയോകെമിസ്ട്രിയും കൂടി പഠിക്കാനുണ്ട്. പിന്നെ എക്സാമിനേഷൻസ് എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി മീഡിയം ലെവലായിരിക്കും അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലായിരിക്കും വരാനുള്ള ചാൻസ് നമ്മുടെ JSOടെ. പിന്നെ അടുത്തൊരു ചാൻസും കൂടെ നിങ്ങൾക്കുണ്ട് അല്ലേ. നിങ്ങൾ അപ്ലൈ ചെയ്തോ? നാളെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ്. ചെക്ക് ചെയ്യുക. നമ്മുടെ മൈക്രോബയോളജിസ്റ്റ്, അതായത് റിസർച്ച് അസിസ്റ്റൻറ്റ് മൈക്രോബയോളജി അല്ലേ, ആയുർവേദ റിസർച്ച് അസിസ്റ്റൻറ്റ് മൈക്രോബയോളജി ആയുർവേദ MSc ആണ് ക്വാളിഫിക്കേഷൻ. അതും നിങ്ങൾക്ക് അല്ലേ 2 ചാൻസും കൂടി ഉണ്ട് ഈ ഒരു വർഷം. മനസ്സിലായോ? പുതിയത് നമുക്ക് വിളിക്കോ ഇല്ലേന്നൊന്നും അറിയില്ല. എന്നാലും മൈക്രോബയോളജി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് 2 ചാൻസും കൂടെ ഉണ്ട്. ഏജ് ഓവർ ആകാത്ത ആളുകൾക്ക് JSO എഴുതാം, അതുപോലെ തന്നെ ആയുർവേദ അല്ലേ റിസർച്ച് അസിസ്റ്റൻറ്റ് മൈക്രോബയോളജി എഴുതാം. അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇതിപ്പോൾ ഇത്ര നാൾ പഠിച്ചു, ഇനി അങ്ങ് പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ ഇനി ഞാൻ പഠിക്കുന്നില്ല, എന്നെക്കൊണ്ട് പറ്റിയില്ല, ഇത്രയും കഷ്ടപ്പെട്ടു. ചിലവരൊക്കെ പറയുകയാണെങ്കിൽ അല്ലേ, ഉറക്കമില്ല, ഒന്നുമില്ല, അതൊക്കെ പഠിച്ച് എന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കുറച്ചും കൂടി എഫേർട്ട് എടുക്കുക. ചിലപ്പോൾ റിവിഷൻ്റെ കുറവ് കൊണ്ടായിരിക്കും. പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ സിലബസ് തീർക്കാൻ നോക്കുന്ന ആളുകളാണ്. ചിലവർക്ക് ഈ സിലബസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കണം. പക്ഷേ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അറിയോ? അതുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഒരു സമാധാനം അല്ലേ, എല്ലാവർക്കും എപ്പോഴും ആ ഒരു സിലബസ് ഒന്ന് തീർത്ത് പഠിച്ചെങ്കിൽ നമുക്കെല്ലാം കിട്ടും. അങ്ങനെ എല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ അല്ലേ. നമ്മുടെ ജഗദീഷ് പറഞ്ഞോട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിലില്ലല്ലോ, ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഓർക്കണമല്ലേ. അതുപോലെയാണ് ആ ഒരു അവസ്ഥ. നമ്മുടെ കയ്യിലുണ്ട്, എന്നാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമുക്ക് കോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. എക്സാം ഹോളിൽ വെച്ച് എല്ലാം പരിചയമുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസറും എല്ലാം അറിയാം അല്ലേ. ക്വസ്റ്റ്യൻസും അറിയാം, ആൻസറും അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഏതാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ആളുകൾക്ക് എന്തായിരിക്കും വരുന്നത്? ഈ കാറ്റഗറി, അതായത് എല്ലാം പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്, എന്നാൽ എല്ലാം അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ആ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സമയമില്ലാത്ത ആളുകളെയാണ് പറയുന്നത്. അങ്ങനെയുള്ള സമയമില്ലാത്ത ആളുകൾക്ക് ഒരു നമുക്കെപ്പോഴും ടോപ്പ് വരുന്ന മാർക്ക് എത്രയായിരിക്കും? ഒരു 70യോ അല്ലെ, റിട്ടൺ എക്സാമിനേഷനിൽ 70, 75 ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ബാക്കി അവിടെ 25 പോകാനുണ്ട്. ക്വസ്റ്റ്യൻ ക്യാൻസലിങ് എന്നുള്ളൊരു കാര്യം PScക്ക് ഉണ്ട്, അത് ഓർത്തോളണം. ഓക്കെ, ഒരു 8 തൊട്ട് 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 തൊട്ട് 8 ക്വസ്റ്റ്യൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യും. ആ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു റിസൾട്ടിൽ നിന്ന് ഔട്ടായ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ ഭാവിയിൽ ക്വസ്റ്റ്യൻ ക്യാൻസലിങ് ഇല്ലാതിരിക്കട്ടെ, അത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നിങ്ങൾ തന്നെയാണെങ്കിൽ ആവശ്യമില്ലാതെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാതിരിക്കാൻ നോക്കുക. ചിലവർ കറക്റ്റായിട്ടുള്ള ആൻസർ ആണെങ്കിലും അതിൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് വേറെ അത് കൊടുക്കും. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. മാക്സിമം നമുക്ക് റിവിഷൻ വേണം, അതുപോലെ തന്നെ റീകോളിംഗ് വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. അത് നമുക്ക് ഈസി ലെവൽ, മോഡറേറ്റ് ലെവൽ,
സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഇനി അടുത്തത് വരുന്നതൊക്കെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. PSCയുടെ ആ ഒരു FSOയുടെ എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ലെവല് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാലും നമ്മൾക്ക് ഇനിയിപ്പോൾ PSC ആണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവർ ഈസി ചോദിച്ചാലോ, അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് അറിയാം ഈസി അറിയില്ല എന്നുള്ള അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മൾ ഈസി ആണെങ്കിലും മോഡറേറ്റ് ആണെങ്കിലും ഇനി പക്ക സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റണം. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. റിവിഷനും റീകോളും എത്രയും നേരത്തെ നിങ്ങൾ പഠിച്ചു വെക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള സമയം റിവിഷനും റീകോളിങ്ങിനും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ JSOക്ക് പ്രിപ്പയർ ചെയ്യുക. നമുക്കിനി എങ്ങനെ വന്നാലും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 5 മാസം എന്തായാലും ഉണ്ടെന്ന് പറയാം. 5 മാസം കൊണ്ട് പഠിക്കാം നമുക്ക് എന്തായാലും. സൈപ്രോയുടെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് സൈപ്രോയുടെ ക്ലാസ്സസും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും ഒക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പോകുന്ന ആളുകൾക്കാണെങ്കിൽ 5 മാസം കൊണ്ട് പഠിക്കാം. ഒരു ദിവസം മിനിമം 4-5 മണിക്കൂർ വേണം. അതായത് ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെയാണ് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പലതരം എക്സ്ക്യൂസസാണ്. എനിക്ക് ജോലിക്ക് പോകണം, അതാണ് അല്ല വെച്ചാൽ അവർക്ക് പോകണം അല്ലേ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ എക്സ്ക്യൂസസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പഠിക്കാൻ. അതായത് നമ്മുടെ മനസ്സ് പഠിക്കുന്നത് ഇഷ്ടമില്ല, എന്നാൽ ജോലി വേണം എന്നാൽ പഠിക്കാൻ പറ്റുമോ, പഠിക്കാൻ പറ്റില്ല അല്ലേ. പഠിക്കണം പക്ഷേ എക്സ്ക്യൂസസ് ആണ് അല്ലേ. കൊച്ചിനെ നോക്കാണ്ട്, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, പാരൻസിനെ നോക്കണം, ജോലിക്ക് പോകണം, അങ്ങനെ പല ഈ എക്സ്ക്യൂസസ് എല്ലാവർക്കും ഉണ്ട്. ഈ എക്സ്ക്യൂസസ് ഇല്ലാത്ത ആളുകൾ ആരുമില്ല. അപ്പോൾ ഈ ഓരോ ആളുകൾക്കും റാങ്ക് കിട്ടണതും കാര്യങ്ങളും എല്ലാം ഈ ഒരു എക്സ്ക്യൂസസും കാര്യങ്ങളും പ്രശ്നങ്ങളില്ലാത്ത ആളുകളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളവർ തന്നെയാണ് എവിടെ എത്തിച്ചേരുന്നത് അല്ലേ. ഒരു ലിസ്റ്റിലും ഒരു ജോബിലൊക്കെ കയറണമെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ എന്നാൽ ജോലി വേണ്ടല്ലോ, അവർ റിലാക്സ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോലി വേണോ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എത്രയാണ്, നിങ്ങൾക്ക് ഒരു നല്ല കരിയർ വേണോ അല്ലേ. ഓരോരുത്തരുടെയും ജോലി എന്നുള്ള ലക്ഷ്യം വേറെ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി ബെറ്റർ ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എല്ലാവരും ഒരു മെജോറിറ്റി എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പ്രശ്നമില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലേ ഗവൺമെൻറ് ജോബ് നമുക്ക് സാലറി കിട്ടിക്കോളും, പെൻഷൻ ഉണ്ട്, പിള്ളേരുടെ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് എന്താ നമുക്ക് അതിന് നോക്കാം, ഗവൺമെൻറ് ജോബിന് പഠിക്കാം അല്ലേ. ഇനി നമുക്കൊരു നല്ല കരിയർ വേണം. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ ഏറ്റവും നല്ലത് അല്ലേ, കരിയർ വേണം എന്നുള്ള ആഗ്രഹം ഉള്ള ആളുകൾ. പ്രത്യേകിച്ചും ഇഷ്ടംപോലെ പെൺകുട്ടികളൊക്കെ അല്ലേ ഒത്തിരി നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് കൂടുതലും വീട്ടിലിരുന്ന് പോകുന്നത്. അല്ലാത്തവർ ചിലപ്പോൾ പിന്നെയും എന്തിനെങ്കിലുമൊക്കെ കയറി പോകുന്നുണ്ട്. അതായത് അവർക്ക് ഇനി ഇത്ര നാൾ വീട്ടിലിരുന്നു ഇനി പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള പലതരം സംശയങ്ങളാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല, വീട്ടിൽ നിന്ന് ഡീമോട്ടിവേഷൻ ആയിരിക്കും ചിലപ്പോൾ വീട്ടിൽ. നീയൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ, പഠിക്കണ്ട, പിള്ളേരൊക്കെ നോക്കി ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ചുറ്റുമുള്ളവർ. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കണം അല്ലേ. ഇപ്പോൾ സ്റ്റുഡൻസ് തന്നെയാണെങ്കിൽ പല രീതിയിലാണ്, വീട്ടിൽ ആരും അറിയാതെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ. പിന്നെ കുറച്ച് റാങ്കിട്ടൊക്കെ വന്നു കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ ശേഷം ഓക്കെ ഞാൻ ഏബിളാണ് അല്ലേ, ഇനി അടുത്ത എക്സാമിന് പഠിക്കാം, ആ രീതിയിൽ ചിന്തിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ചിലവർ ഇനി ഈ ഒരു എക്സാമിനേഷൻ എഴുതി എന്നെക്കൊണ്ട് ഇനി പഠിക്കാനൊന്നും വയ്യ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. പല കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അതായത് ഈ പഠിക്കുന്ന രീതിയിൽ അല്ലേ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ എക്സ്ക്യൂസസിൻ്റെ ഒരു ചുമടായിരിക്കും കയ്യിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എക്സ്ക്യൂസസൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു അടുത്ത 2 എക്സാമിനേഷൻ ഉണ്ട് മൈക്രോബയോളജി പഠിച്ച കുട്ടികൾക്ക് അല്ലേ. മൈക്രോബയോളജി പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഏതാണ് നമ്മുടെ റിസർച്ച് അസിസ്റ്റൻ്റ് ആയുർവേദയുണ്ട്, നിങ്ങൾ പഠിക്കുക. റിസർച്ച് അസിസ്റ്റൻ്റ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒറ്റ പോസ്റ്റേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണോ. നമുക്ക് നമ്മുടെ ബെസ്റ്റ് അതിൽ നോക്കുക അല്ലേ, നിങ്ങളുടെ ലെവൽ അല്ലേ എത്രത്തോളം, ട്രൈ യുവർ ബെസ്റ്റ്, നിങ്ങൾക്ക് പറ്റുന്നത് അത്രയും നിങ്ങൾ നോക്കുക, ഇല്ലെങ്കിലില്ല.
അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഒരു ചാൻസ്, ഒരു പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അത് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ചിലപ്പോൾ കുറച്ചധികം വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് പണ്ടൊക്കെ അറിയാമല്ലോ, 2015 FSO ഒറ്റ പോസ്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കുറേ, അല്ലേ, എനിക്ക് തോന്നുന്നു 70 80 അത്രത്തോളം എങ്ങാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്രത്തോളം വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞ് വിഷമിക്കാതെ പഠിക്കുക. അപ്പോൾ നമ്മളൊരു PSC ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നിങ്ങളുടെ സബ്ജക്റ്റ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ചിലവർക്ക് എന്താ ആ ഒരു സബ്ജക്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് പഠിക്കാം, അല്ലേ? അതൊക്കെ പഠിച്ചെടുക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മുടെ സബ്ജക്റ്റ് പഠിക്കാൻ എന്തൊരു എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുക, മൈക്രോബയോളജി സ്റ്റുഡൻസ്. ഇനി വേറെ 2 കാറ്റഗറി ഉള്ളത് നമ്മുടെ MLT അതുപോലെ തന്നെ MSc ബയോകെമിസ്ട്രിക്കാർക്കും എന്ത് പഠിക്കാം? JSO ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ചാൻസ് കളയാതെ പഠിക്കുക. ബയോകെമിസ്ട്രിക്കാർക്കാണെങ്കിൽ JSO ഉണ്ട്, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി ഉണ്ട്. അതൊക്കെ ഈ ഒരു ഇയർ എൻഡിലായിരിക്കും അതിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, അല്ലേ? ഇനി വേറെ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക്, അല്ലേ, പ്രാരാബ്ദം ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങ് ഇരുന്ന് പഠിക്കുക. ഇനി പ്രാരാബ്ദം ഉണ്ടെങ്കിൽ അത് വെച്ചിരുന്ന് പഠിക്കുക. മനസ്സിലായോ? പഠിക്കുക. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചേരണ്ടേ? ചുമ്മാ നിങ്ങൾ ഇത്രയോ നാളും പഠിച്ചു, നമ്മൾ എത്രയോ നാളുകളായി പഠിക്കാൻ തുടങ്ങിയിട്ട്. PSC നമുക്ക് ഏകദേശം ഒരു 36 38 വരെ എഴുതാം. ഓരോ കാറ്റഗറി അനുസരിച്ച് ചിലപ്പോൾ അതിലും കൂടുതൽ എഴുതാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഒരു 2 3 വർഷം കൂടി പഠിക്കുന്നതിന് ഇത്ര ബുദ്ധിമുട്ടെന്താ, അല്ലേ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു 2 എക്സാമിനേഷനും കൂടി പഠിക്കുന്നതിന് ഇത്ര ബുദ്ധിമുട്ടെന്താ? പഠിക്കുക നിങ്ങൾ. അപ്പോൾ നമ്മൾ MSCക്കും BSCയും എല്ലാം ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് വന്നാൽ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രാക്ടിക്കൽസും കാര്യങ്ങളും എല്ലാം കഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങൾ പഠിച്ചേക്കുന്നത്. ഓരോ സെം ഫീസൊക്കെ ആണെങ്കിലും 40 50 കൊടുത്ത് പഠിച്ച സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങൾ. പിന്നെ നിങ്ങൾക്കൊരു എക്സാമിന് പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്താ? പഠിക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് പഠിക്കുക, കഷ്ടപ്പെടുക, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, എളുപ്പപ്പണി, അല്ലെങ്കിൽ കറക്കി കുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പോൾ നമ്മളുടെ സൈപ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ 100% എഫോർട്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഫോർട്ട് എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് ഓരോ സ്റ്റുഡൻസിനെ. ഓക്കെ, അതിൽ പഠിക്കാൻ ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട്. മടിയന്മാരുണ്ട്. ഓക്കെ, മടിയന്മാരില്ല എന്ന് ഞാൻ പറയുന്നില്ല. മടിയന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. മടിയന്മാർക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളല്ല, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് മടിയന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ മടിയന്മാരില്ലാത്ത ആളുകളൊന്നും ഇല്ല. ഏത് കോഴ്സിലാണെങ്കിലും മടിയന്മാരുണ്ടാവും. അതുകൊണ്ട് പഠിക്കുക നന്നായിട്ട്. അത് നിങ്ങളുടെയാണ്. ഇനി മടിയന്മാരൊക്കെ മടി മാറ്റി വെച്ച് പഠിക്കുക. JSO ഉള്ള ആളുകളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. റിസർച്ച് അസിസ്റ്റൻ്റാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വിഷമിച്ചിരിക്കാതെ പഠിക്കുക. ഓപ്പർച്യൂണിറ്റി ഇല്ല 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഉള്ളതൊന്ന് പഠിച്ചെടുക്കുമോ? അത് മടിയായിരിക്കും. അപ്പോൾ മടി മാറ്റി വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.